ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാക്ഷൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് ആണ്. താരിഫ് ഇമ്പാക്റ്റ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ അറൗണ്ട് 2.5% താഴെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു. അതോടൊപ്പം നമ്മുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ നമ്മൾ വോളാറ്റിലിറ്റിക്ക് ശേഷം ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം ഹിറ്റ് ചെയ്തിരുന്നു. ഗോൾഡിൻ്റെ സ്പോട്ട് ഗോൾഡിൻ്റെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത് $3169.6 പെർ ഔൺസ് ആണ്. ഇന്ന് മോർണിംഗിൽ $3150 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അയൺ ഓർ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. US പ്രസിഡന്റ് ട്രംപ് ഈ നൂറ്റാണ്ടിലത്തെ ഏറ്റവും വലിയ സ്റ്റീപ്പസ്റ്റ് താരിഫ് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഇമ്പോർട്ടിന്മേൽ 10%, അതുപോലെ തന്നെ അമേരിക്കൻ ഇമ്പോർട്ടിന്മേൽ കൂടുതൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ അഡീഷണൽ താരിഫും കൂടി ട്രംപ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അഡീഷണൽ നോക്കുമ്പോൾ ചൈനയുടെ മേൽ 34%, ഇന്ത്യയുടെ മേൽ 26%, ജപ്പാൻ്റെ മേൽ 24%ഒക്കെയാണ് അഡീഷണൽ ഡ്യൂട്ടി വന്നിരിക്കുന്നത്. സൗദി അറേബ്യ UAEക്കൊക്കെ ബേസിക് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, 10% മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അമേരിക്കൻ ഇമ്പോർട്ടിന്മേൽ കൂടുതൽ ഡ്യൂട്ടി ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ മേലാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ഇമ്പോസിഷൻ നടത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് ഭാവിയിലും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും ലിബറലൈസ് ചെയ്തപ്പോൾ ധാരാളം രാജ്യങ്ങൾ വലിയ രീതിയിൽ അവരുടെ എക്കണോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ ഒരു പക്ഷേ ഭാവിയിൽ മാറാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും നമ്മൾ 100% കാറുകളിന്മേലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഡിസ്കഷനിൽ കൂടെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതാത് രാജ്യങ്ങൾ US ഇമ്പോർട്ടിന്മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് കുറയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റെസിപ്രോക്കൽ താരിഫ് USഉം കുറയ്ക്കുന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള പല ഡിസിഷനൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതിനനുസരിച്ച് അതാത് രാജ്യങ്ങൾ USൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ ഡ്യൂട്ടി കുറയ്ക്കുകയാണെങ്കിൽ ഈ താരിഫിലൊക്കെ കുറവ് വന്നേക്കാം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സ്റ്റീപ്പ് ഹൈക്ക് തീർച്ചയായിട്ടും എല്ലാ എക്കണോമിനെയും സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തേക്കാം. വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ചൈനീസ് GDP അറൗണ്ട് 1.5 to 2% വരെ ഇമ്പാക്റ്റഡ് ആയേക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇൻഡയറക്റ്റ്ലി ചൈനയുടെ മേലുള്ള ഇത്ര ഹയർ താരിഫ് ഇന്ത്യനെ സംബന്ധിച്ച് ഇൻഡയറക്റ്റ്ലി പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കാനഡേനെയും മെക്സിക്കോനെയും റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബേസിക് താരിഫിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം സെക്ടറൽ താരിഫ് അനൗൺസ് ചെയ്തിരുന്നു ഈ രാജ്യങ്ങളുടെ മേൽ. അത് കണ്ടിന്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഈ രാജ്യങ്ങളിൽ മേലുള്ള സെക്ടറൽ താരിഫ് മാറ്റാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇതൊക്കെയാണ് താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ഈ ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ കണ്ടേക്കാം. ഇനി എങ്ങനെയാണ് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള റൈറ്റിംഗ് ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് നമുക്കതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതുവരെ മാർക്കറ്റ് ഒരു വൊളാറ്റിലിറ്റി മോഡ് കാണിച്ചേക്കാം. വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇൻ കേസ് വലിയ രീതിയിലുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ നിഫ്റ്റി 22,800, 23,000 വരെയൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള സെക്ടറുകൾ ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഇതൊക്കെയാണ് മേജറായിട്ട്. എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന തരത്തിലുള്ള ഒരു താരിഫ് അനൗൺസ്മെൻറ്റ് തന്നെയാണ്. എന്നിരുന്നാലും ഒരു ഇനീഷ്യൽ റിയാക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടുന്ന ആവശ്യമാണ്. ഒപ്പം നമ്മുടെ മാനുഫാക്ചറിങ് PMI ഒക്കെ ഇന്നലെ വന്നിരിക്കുന്നത് 8 മന്ത് ഹൈ ആണ്. 58.1 ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി അത് 56.3 ആയിരുന്നു. ഇത്തരത്തിലുള്ള എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ഇന്ത്യയിലും അതുപോലെ തന്നെ ചൈനയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ പോസിറ്റീവാണ്. എന്നിരുന്നാലും ഗ്ലോബൽ
വളാറ്റിലിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ 50 ഫോറിൻ യൂണിവേഴ്സിറ്റികൾ UGCയുടെ അടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ സെൻറ്റർ തുടങ്ങാനായിട്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇപ്പം 3 ഫോറിൻ യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ധാരാളം ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരികയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ ഈ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യൻ സെൻറ്ററുകളിൽ പഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചും ഇന്ത്യയിലത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ കോഡൽക്കോ ചിലി ആയിട്ടൊരു കൊളാബറേറ്റീവ് ടൈപ്പ് വന്നിട്ടുണ്ട്. ബേസിക് ഇൻഫർമേഷൻ കോപ്പർ റിലേറ്റഡ് ഇൻഫർമേഷൻ കൈമാറാനാണ്. ലോങ് റണ്ണിൽ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഭാരത് ഇലക്ട്രോണിക്സ് 593 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഇതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ന് താരിഫ് റിലേറ്റഡ് അനൗൺസ്മെൻ്റ് ആണ്. ഒപ്പം ഇന്ന് വീക്കിലി എക്സ്പയറിങ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ കണ്ടേക്കാം നിഫ്റ്റി സെൻസെക്സ് ഇൻഡെക്സുകളിൽ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വലിയ രീതിയിലുള്ളൊരു ഫാള് വരികയാണെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ ഗോൾഡിലും പ്രോഫിറ്റ് എടുക്കുന്നത് നന്നായിരിക്കും. ഓവറോൾ ഗോൾഡിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. എന്നില്ലാലും ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് ഗോൾഡിൻ്റെ കാര്യത്തിലൊന്ന് സേഫായിട്ട് നിൽക്കുന്നതല്ലാണ്. ലോങ് ടൈം പോസിറ്റീവ് തന്നെയാണ്. ഒരു പക്ഷേ ടെമ്പററി പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.